നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സാൽവേഷൻ ആർമി ഡിവിഷണൽ ജനറൽ കൺവെൻഷൻ സമാപിച്ചു. കൊട്ടാരക്കരയിൽ നടന്നുവരികയായിരുന്ന സാൽവേഷൻ ആർമി ഡിവിഷണൽ ജനറൽ കൺവെൻഷൻ സമാപിച്ചു. സാൽവേഷൻ ആർമി കൊട്ടാരക്കര ഡിവിഷൻ 20ാമത് ജനറൽ കൺവെൻഷൻ സമാപന പരിശുദ്ധ ആരാധന മേജർ ആർ ക്രിസ്തുരാജ് നിർവഹിച്ചു. സാമൂഹിക സുസ്ഥിതിക്ക് നാം ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ജീവിതവും വേർപാടും നയിക്കുന്നവർക്ക് മാത്രമേ വഴിയറിയാതെ യാത്ര ചെയ്യുന്നവരെ ചേർത്ത് നിർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം സന്ദേശം നൽകി. ഡിവിഷണൽ കമാൻഡർ മേജർ ജോസ് പി മാത്യു ആണ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത്. മേജർ ആലീസ് ജോസ്, മേജർ ഷിബി ചാൾസ്, ബ്രദർ സെൽവാനന്ദം മുട്ര, ബ്രദർ ബിജു തേമ്പക്കാട്, ബ്രദർ അച്ഛൻ കുഞ്ഞ് ചെറുവക്കൽ, ശ്രീ ബിനു ജോർജ് എന്നിവർ പ്രസംഗിച്ചു. വിശുദ്ധ ആരാധനയെ തുടർന്ന് സൺഡേ സ്കൂൾ കലോത്സവവും ഭവനസംഘ റാലിയും നടത്തി. സാൽവേഷൻ ആർമി സംസ്ഥാന വനിതാ ശുശ്രൂഷകളുടെ പ്രസിഡന്റ് കേണൽ രത്ന സുന്ദരി പോളിമെറ്റില സന്ദേശം നൽകുകയും ചെയ്തു. തുണയെ കൊടുക്കുക, എനിക്ക് അതിനകത്ത് ഇപ്പോഴും സംശയമാണ്. തക്കതായ തുണ തന്നെ ആയിരുന്നു. ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ളത് കൊണ്ട് ഞാനതൊന്നും പച്ചയ്ക്ക് പറയുന്നില്ല. തക്കതായ തുണയെ കൊടുക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. തക്കതായ തുണയെ കൊടുത്തോ എന്ന് നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നല്ലതുപോലെ കാണുവാനായി കഴിയും. ആ വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിലെയും ആദാമിനെ ഒരു ഗാഢനിദ്ര വരുത്തി. ദാറ്റ് ഈസ് എ ഫസ്റ്റ് അനസ്തേഷ്യ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലെ ആദ്യമായി നടന്നതായ ദൈവത്തിന് സ്തോത്രം ഒരു മയക്കമായിരുന്നു ആദാമിന് കൊടുത്തത്, അവന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ദൈവം അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതിന് പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ദൈവം സൃഷ്ടിച്ച സകലതും ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, പക്ഷെ മനുഷ്യനെ മാത്രം ഏകനായി സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തത്.